ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ള മുൻവർഷത്തെ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോയാണിത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ പൊളിറ്റിക്കൽ റൈറ്റ്? എന്താണ് രാഷ്ട്രീയ അവകാശം? അപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ചുള്ള വ്യവസ്ഥാപിതമായൊരു പഠനമാണ് ഏതെന്ന് പറയുന്നത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രീയ പ്രക്രിയകളിൽ, അപ്പോൾ പൊളിറ്റിക്സിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രക്രിയകളിൽ, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളിയാവാനും നിയമത്തിനു മുന്നിൽ തുല്യത, ഈക്വൽ ആവാനുമുള്ള അവകാശങ്ങളാണ് ഏതെന്നറിയപ്പെടുന്നത് രാഷ്ട്രീയ അവകാശങ്ങൾ. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളിയാവാനും നിയമത്തിന് മുമ്പിൽ സമത്വം ലഭിക്കുന്നതിനുമാണ് ഏതുള്ളത്? രാഷ്ട്രീയ അവകാശങ്ങൾ നിലകൊള്ളുന്നത്. ഇനി ഈ രാഷ്ട്രീയ അവകാശങ്ങളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നു. ഏതെല്ലാമാണ്? രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാൻ, രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാകാൻ, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ അവകാശങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റിലാണ്. ഏതിനെല്ലാമുള്ള അവകാശങ്ങളാണ്? രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാം, പാർട്ടിയിൽ അംഗങ്ങളാകാം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അതിൽ മത്സരിക്കുന്ന ജനപ്രതിനിധികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതെല്ലാം ഏതിലുൾപ്പെടുന്നതാണ്? പൊളിറ്റിക്കൽ റൈറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്രം, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. തിരിഞ്ഞു പോകരുത് രണ്ടും കൂടി. നമുക്ക് അത് കുറച്ച് വാക്കുകളിലൊന്നും പറഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. നിങ്ങൾ ക്ലാസ്സിലിരുന്നിട്ടുള്ളവരാണെങ്കിൽ, ഏതെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിലിരുന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാം, വളരെ വിശാലമായി പഠിക്കേണ്ട ടോപ്പിക്കാണ് രാഷ്ട്രീയം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് രാഷ്ട്രതന്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, എന്താണ് ഒരു രാഷ്ട്രതന്ത്രം എന്ന് പറയുമ്പോൾ അത് ഒരു രാഷ്ട്രത്തിനെ, ഒരു രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഏതെന്ന് പറയുന്നത് രാഷ്ട്രതന്ത്രം. അതേസമയം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ, ഭരണകൂടത്തിൻ്റെ സമകാലിക പ്രശ്നങ്ങളാണ് ഏതിൽ എപ്പോഴും വിഷയമായി വരുന്നത്? രാഷ്ട്രീയത്തിൽ വിഷയമായി വരുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർ എന്നറിയപ്പെടുന്ന വ്യക്തികളുടെ പ്രവർത്തനവും കൂടിയാണ് ഏതെന്ന് പറയുന്നത് രാഷ്ട്രീയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ സമകാലിക പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് രാഷ്ട്രീയം. ഇനി ഈ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് തത്വചിന്തകന്മാരുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ, ലാസ്കി എന്നിവരുടെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഈ തിങ്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാഷ്ട്രത്തിനെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് രാഷ്ട്രതന്ത്രം എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെയും ലാസ്കിയുടെയും അഭിപ്രായം. ഇനി മറ്റൊരു തിങ്കറായ ഗരീസ്, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു രാഷ്ട്രത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഉത്ഭവം, വികാസ പരിണാമങ്ങൾ എന്നിവയാണ് ഏതിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഗരീസ് പറയുന്നത്. ഒരു രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എങ്ങനെ ഉത്ഭവിക്കുന്നുവെന്നും അത് പിന്നീട് എങ്ങനെയാണ് വികസിക്കുന്നതെന്നും മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് വിവരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബ്ലഞ്ച്ലി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു രാജ്യം, അതിൻ്റെ അടിസ്ഥാന സ്വഭാവം, വികാസഘട്ടം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ബ്ലഞ്ച്ലി. ഒരു രാജ്യം, അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ, അതിൻ്റെ വികാസഘട്ടങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം പഠിക്കുന്നതാണ് രാഷ്ട്രതന്ത്രം. ഇനി പ്രൊഫസർ ഫെയർലൈൻ എന്ന് പറയുന്ന തിങ്കർ, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഏകീകൃത രാജ്യത്തിൻ്റെ ഉള്ളിലെ ശക്തമായ ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും പറ്റിയുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം. എന്താണ്? ഒരു ഏകീകൃത രാഷ്ട്രത്തിന് ഉള്ളിലെ ശക്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ആ ഗവൺമെൻറ്റിനെ കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പഠനത്തെയാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് എന്നാണ് പ്രൊഫസർ ഫെയർലൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ 5 തിങ്കേഴ്സിൻ്റെ പേര് കൂടി പഠിക്കുകയുണ്ടായി. അരിസ്റ്റോട്ടിൽ, ലാസ്കി, ഗരീസ്, ബ്ലഞ്ച്ലി, പ്രൊഫസർ ഫെയർലൈൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വാട്ട് ആർ ദ റിലേഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ ഗവൺമെൻറ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ആ രാജ്യത്തിൻ്റെ പങ്കിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഓരോ പൗരനും ഓരോ വ്യക്തിക്കും ആ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം, ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടവുമായിട്ടുള്ള ബന്ധം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണം, രാഷ്ട്രത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഭരണകൂടം ആ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പൗരന്മാരും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ റോൾ ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പങ്ക് എന്തെല്ലാം, അതിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇതെല്ലാം വ്യക്തമായി വളരെ വിശാലമായിട്ട് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിന് 4 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഈ 4 ഘടകങ്ങളില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു രാജ്യത്തിന് വികസിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ സാധിക്കത്തില്ല. ഏതൊക്കെയാണ് ആ 4 ഘടകങ്ങളെന്ന് പറയുന്നത്? ഒന്നാമത്തേത് ജനങ്ങൾ അല്ലേ? ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ജനങ്ങളെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേത് ടെറിട്ടറി അല്ലേ? അതിർത്തികൾ. മൂന്നാമത്തേത് അതിർത്തികൾ കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്, ഭരണകൂടം. നാലാമത്തേത് സോവർണിറ്റി അല്ലെങ്കിൽ പരമാധികാരം. ഈ 4 ഘടകങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം റോൾ ഓഫ് ദ ഗവൺമെൻറ്, രാഷ്ട്രത്തിൻ്റെ പങ്ക് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു രാജ്യത്തിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ടായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ 4 പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് ജനങ്ങൾ, രണ്ടാമത്തേത് അതിർത്തികൾ, മൂന്നാമത്തേത് ഭരണകൂടം, 4 പരമാധികാരം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഫോർ അച്ചീവിങ് ദ ഗോൾ ഓഫ് സ്റ്റേറ്റ്? ഒരു രാജ്യത്തിന് അതിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് 3 തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അവ ഏതെല്ലാം? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറയുന്നതാണ് ഏതാണ്? ഒരു രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഈ 3 സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. നിയമനിർമ്മാണം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, ഭരണനിർവഹണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി. 3 വിങ്സ് എന്ന് തന്നെയാണ് ഇവ അറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള 3 വിങ്സ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭ, അതുപോലെ എന്താണ് നീതിന്യായ വ്യവസ്ഥ, കാര്യനിർവഹണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 3 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. നിയമനിർമ്മാണം വഴി നേടിയെടുക്കാം, ഭരണനിർവഹണം വഴി, അതുപോലെ നീതിന്യായ വ്യവസ്ഥ വഴി. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ജസ്റ്റിസ്. വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ്? നീതി, ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്നാൽ എന്താണ്? 3 തരത്തിലുള്ള നീതികൾ ഏതെല്ലാം? അതിനെക്കുറിച്ച് വിശദമാക്കാനാണ്. എന്താണ് നീതി? നമുക്കറിയാം, നീതി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നീതി നിലകൊള്ളുന്നത്. അപ്പോൾ നീതി എന്ന പദം ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെടുന്നതിനെതിരെ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ നീതി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കുന്നതിനുള്ള ധാരണയും സംവിധാനവും ഒക്കെയാണ് ഏതെന്ന് പറയുന്നത്? നീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് നീതി. ഇനി ഈ നീതിയെ 3 തരത്തിൽ, 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി, സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി, എക്കണോമിക് ജസ്റ്റിസ് അല്ലെങ്കിൽ സാമ്പത്തിക നീതി. ഇതാണ് 3 തരത്തിലുള്ള 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ നീതി, രണ്ടാമത്തേത് സാമൂഹ്യ നീതി, മൂന്നാമത്തേത് സാമ്പത്തിക നീതി. ഇനി എന്താണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി എന്ന് നോക്കാം. അതായത്
നമ്മുടെ നാടിൻ്റെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുവഹിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാഷ്ട്രീയ നീതി. ആ പദത്തിൽ തന്നെയുണ്ട് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ ഭരണത്തിൽ നമുക്ക് നേരിട്ടും പങ്കെടുക്കാം അല്ലാതെയോ പങ്കാളികളാവാം. അപ്പോൾ നേരിട്ടോ അല്ലാതെയോ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൽ പങ്കുവഹിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇതിനെയാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്തോന്നാണ് നമ്മുടെ വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശം. രണ്ടാമത്തേത് സാമൂഹ്യ നീതി. അപ്പോൾ ആദ്യത്തേത് രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കെടുക്കാനുള്ള നീതിയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം, അവസര സമത്വം, സാഹോദര്യം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് അല്ലേ. ഓരോ വ്യക്തിക്കും എന്തുണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതുപോലെ ഈക്വലായിട്ടുള്ള അവസരങ്ങൾ എല്ലാവർക്കും ലഭ്യമാകണം. അതുപോലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതാണ്, നമ്മൾ സാഹോദര്യത്തിൽ ജീവിക്കുന്നതാണ്. ഇതെല്ലാം ഉറപ്പാക്കുന്നതാണ് സാമൂഹ്യ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സാമൂഹ്യ നീതി കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, സാമൂഹ്യ നീതി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ്. അതായത് ജാതി, മതം, വർഗം, വർണ്ണം ഇങ്ങനെയുള്ള വിവേചനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രക്രിയകളിൽ നേരിട്ടോ പങ്കുവഹിക്കാതെയോ അതിനുള്ള നീതി രാഷ്ട്രീയ നീതിയാണെങ്കിൽ, ഒരു സമൂഹത്തിൽ ജാതി, മത, വർഗ വിവേചനങ്ങളൊക്കെ മാറ്റി നിർത്തി സ്വാതന്ത്ര്യവും അവസര സമത്വവും സാഹോദര്യവും ഉറപ്പുവരുത്തുന്നതിനുള്ള നീതിയാണ് സാമൂഹ്യ നീതി. മൂന്നാമത്തേതെന്ന് പറയുന്നത് സാമ്പത്തിക നീതി, അതായത് എക്കണോമിക് ജസ്റ്റിസ്. നമ്മുടെ രാജ്യത്ത്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഭവങ്ങൾ എല്ലാ പൗരന്മാർക്കും അവരുടെ ക്ഷേമത്തിന് വേണ്ടി തുല്യമായി ലഭിക്കണം എന്നതാണ് സാമ്പത്തിക നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും എന്ത് ലഭിക്കണം, ഭക്ഷണം ലഭിക്കണം, വസ്ത്രം ലഭിക്കണം, പാർപ്പിടം, താമസ സൗകര്യം ലഭിക്കണം അല്ലേ. ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നു എന്ന്, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ്. അപ്പോൾ അതാണ് സാമ്പത്തിക നീതിയിൽ ഉൾപ്പെടുത്തുന്നത്. എന്താണ്, ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എല്ലാ മനുഷ്യർക്കും, അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം ഈക്വലായി ലഭിക്കണം. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളായ ആഹാരവും വസ്ത്രവും പാർപ്പിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ എല്ലാ മനുഷ്യനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം. അത് ഏതിൽ ഉൾപ്പെടുന്നതാണ്, സാമ്പത്തിക നീതി അല്ലെങ്കിൽ എക്കണോമിക് ജസ്റ്റിസിൽ ഉൾപ്പെടുന്നു. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു: രാഷ്ട്രീയ നീതി, സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ലിബർട്ടി. വാട്ട് ആർ ദ സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി? സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യമെന്നും അതുപോലെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട്, ഇതും നമ്മൾ ടെക്സ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ വളരെ വിശാലമായി പറഞ്ഞു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. സ്വാതന്ത്ര്യം എന്നതിന് ഒരുപാട് നിർവചനങ്ങളുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ തടസ്സപ്പെടാതെ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒന്നാണ് സ്വാതന്ത്ര്യം അല്ലേ. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെയും മറ്റൊരാളുടെ ജീവിതത്തിലൊന്നും ഇടപെടാതെയും നമുക്ക് യഥേഷ്ടം ജീവിക്കാനുള്ള, നിയമത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ലിബർട്ടി എന്നത് ഒരു ലാറ്റിൻ വാക്കായ ലിബർ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ലിബർ എന്നതിൻ്റെ അർത്ഥം സ്വതന്ത്രമായത് എന്നാണ്. അപ്പോൾ ലിബർ എന്ന അർത്ഥം, ലാറ്റിൻ വാക്ക്, അതിൻ്റെ അർത്ഥം സ്വതന്ത്രമായതെന്നാണ്. ആ പദത്തിൽ നിന്നാണ് ലിബർട്ടി എന്ന വാക്കുണ്ടായത്. ഒരു വ്യക്തിയുടെ പരിപൂർണ വികാസത്തിന്, അതായത് നമ്മളുടെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണ വികാസത്തിൽ എത്തിച്ചേരുന്നതിന് അത്യന്താപേക്ഷിത, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മനുഷ്യനും മറ്റൊരാൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതോ ഇടപെടുന്നതോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് എന്തിനെ, സമത്വം എന്ന ആശയത്തെ ഇല്ലാതാക്കുമെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് സമത്വം, എല്ലാവരും തുല്യരാണെന്നുള്ള ആശയത്തെ എപ്പോഴും ഇല്ലാതാക്കുമെന്നതുകൊണ്ട് നിയമത്തിന് മുന്നിലുള്ള അല്ലെങ്കിൽ നിയമമനുസരിച്ചുള്ള സ്വാതന്ത്ര്യമാണ് എന്തെന്ന്, നിയമമനുസരിച്ചുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് ഭരണഘടന എന്ത് ചെയ്യുന്നുള്ളൂ, അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ പരിപൂർണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഏതെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം.
ഇനി എന്തൊക്കെയാണ് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി എന്ന് നമുക്ക് നോക്കാം. ഭരണഘടനയ്ക്കനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നിയമത്തിനനുസരിച്ചുള്ള ഭരണഘടനാനുസൃതമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാക്കുന്നു. അതുപോലെ രണ്ടാമത്തെ എന്തോന്നാണ്, സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകനാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകനാണ്. മൂന്നാമത്തെ പോയിന്റ്, അധികാര വികേന്ദ്രീകരണം എന്തിനെ സംരക്ഷിക്കുന്നു? സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള മറ്റൊരു ഉപാധിയാണ്. നാലാമത്തെ പോയിന്റ്, ഒരു ക്രമീകൃതമായ പാർട്ടി സംവിധാനം അല്ലേ. ഏതൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു സുസംഘടിതമായ ക്രമീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനം ഉണ്ടായിരിക്കും. അതും എന്തിനെ സംരക്ഷിക്കാൻ അത്യാവശ്യ ഘടകമാണ്? സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് നിയമം അല്ലേ. നിയമങ്ങൾ വഴിയും നമുക്ക് എന്ത് ചെയ്യാം? സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ സംരക്ഷണത്തെ സഹായിക്കുന്ന ഘടകമാണ് ഏത്? അധികാര വിഭജനം, അതുപോലെ ഭരണപരം, നിയമപരം, നീതിന്യായപരം, ഇങ്ങനെയുള്ള വേർതിരിവ് എന്തിനെ? സ്വാതന്ത്ര്യ സംരക്ഷണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് ലിബർട്ടിയും സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടിയും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിഫൈൻ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്നാൽ എന്ത്? അതായത് നമുക്കറിയാം നിയമങ്ങൾ എന്തിനാണ്? നമുക്ക് ഇക്വാളിറ്റി, സമത്വം തരുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. എല്ലാ മനുഷ്യനും ഭരണഘടന അനുസൃതമായ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നീതി ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥ നിയമങ്ങളെന്ന് പറയുന്നത്. ആരും എന്തല്ല, നിയമത്തിന് മുകളിൽ വരാൻ പാടില്ല. അപ്പോൾ ആരും നിയമത്തിന് മുകളിലല്ല എന്നും ആർക്കും നിയമത്തിൽ നിന്നും മുക്തിയില്ല എന്നും ആണ് ഏത് പദം? നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ പൗരനും, ഇന്ത്യയിലെ ഏത് രാജ്യത്തായാലും ജനാധിപത്യ രാജ്യത്തെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആരും നിയമത്തിന് മുകളിലല്ല. എല്ലാവരും, ഒരു മനുഷ്യൻ പോലും നിയമത്തിൽ നിന്നും, ഭരണഘടനാനുസൃതമായ നിയമത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുമില്ല അല്ലേ. നമ്മളെല്ലാവരും നിയമം അനുസരിച്ചേ പറ്റൂ. അത് നമ്മുടെ ഇന്ത്യയുടെ ആയാലും എവിടെയായാലും നമ്മുടെ പ്രഥമ പൗരനായ പ്രസിഡന്റ് പോലും എന്ത് ചെയ്യണം? നിയമങ്ങൾ അനുസരിച്ച്. അദ്ദേഹത്തിനും നമുക്കും ഒരേ നിയമമാണ്. ഇന്ത്യൻ പ്രസിഡന്റിനും നമുക്കും എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം. അപ്പോൾ അങ്ങനെ ആരും നിയമത്തിന് മുകളിലല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരായിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്